ഞാൻ വല്ലപ്പോഴും യൂട്യൂബ് ഷോർട്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും വരുന്ന ഒരു പരസ്യമാണ് ഫ്രണ്ട് ആപ്പിൻ്റെ പരസ്യം. അത് സത്യം പറഞ്ഞാൽ കണ്ട് ഞാൻ മടുത്ത്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ആപ്പ് വഴി നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിനൊരു ചാൻസ് കൊടുക്കാമെന്ന്. ഞാൻ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാൻ 2 റീസൺസ് ഉണ്ട്. 1 ക്യൂരിയോസിറ്റി കൊണ്ടാണ്, 2 എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് തുറന്നു നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ ക്യാഷ് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ആളുകളടുത്ത് സംസാരിക്കാം, ഫ്രണ്ട്സ് ആവാന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാത്തിനും പൈസ കൊടുക്കണം. കുറേ പേരെ ഇവരിങ്ങനെ കാണിക്കും, നമ്മളതിൽ ഞെക്കുമ്പോൾ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോൾ ഞെക്കുമ്പോഴത്തേക്കും പൈസ തരാൻ പറയും. എന്താടാ ഇത്, പൈസ കൊടുത്തൊക്കെ എന്തിനാടാ ഞാൻ ആളുകളോട് സംസാരിക്കുന്നത്? പൈസ കൊടുത്തിട്ട് എനിക്ക് എന്തിനാടാ ഫ്രണ്ട്സ്? പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിനൊക്കെ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റുമോ? പിന്നീട് ഞാൻ ഈ ആപ്പ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കി. കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതോടെ എനിക്ക് മനസ്സിലായി നമ്മുടെ ബാങ്ക് അക്കൗണ്ടും കാലിയായിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സ്കീം അല്ലെങ്കിൽ ഒരു സെറ്റപ്പിലാണ് ഈ ആപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ആപ്പിൽ എന്തെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. സംസാരമൊന്നും നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു റേഡിയോ ഷോ പോലെ കുറേ ചാനൽസ് ഉണ്ട്, അതിൽ കയറി ജോയിൻ ചെയ്യാം. അതിലിങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അത് നമുക്ക് കേട്ടോണ്ടിരിക്കാം. ഈ ഒരു സമ്പ്രദായം വെച്ച് ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ 1-2 ചാനൽസ് കയറി നോക്കി ആളുകളുടെ സംസാരം. നമുക്ക് അതിൽ അങ്ങോട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല, അവർ പറയുന്നത് കേട്ടോണ്ടിരിക്കണം. അതെന്ന് പറഞ്ഞാൽ ലോക വെറുപ്പിരിക്കും. കേട്ട് എനിക്ക് എൻ്റെ തൊലി ഉരിഞ്ഞു. അങ്ങനത്തെ വെറുപ്പിക്കലായിരുന്നു ആ ചാനൽസ് മൊത്തം. ഇതേപോലൊരു ഫീച്ചറുള്ള ആപ്പാണ് ക്ലബ് ഹൗസ്. അതിൽ നമ്മൾ 5 പൈസ കൊടുക്കേണ്ട, നമുക്ക് ഇഷ്ടമുള്ള ചാനൽസിൽ ജോയിൻ ചെയ്ത് സംസാരിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ഈ ഒരു ഫീച്ചർ ഈ ആപ്പിൽ നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രസക്തി എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിലും നല്ലത് ക്ലബ് ഹൗസ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ക്ലബ് ഹൗസ്. ഇപ്പോഴും ക്ലബ് ഹൗസ് ഒക്കെ ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഇത് പൈസ പോകാനുള്ള നമ്പർ 1 ആപ്പാണെന്ന് എനിക്ക് മനസ്സിലായപ്പോഴത്തേക്കും ഞാൻ അപ്പം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തു. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല കൊടുക്കാൻ. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൈസ കൊടുക്കാനും താല്പര്യമില്ല. സോ ഒരു ആപ്പിൻ്റെ ഓണസ്റ്റ് റിവ്യൂ നമ്മൾ അറിയാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, റെഡിറ്റിൽ നോക്കുക. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഈ ആപ്പിൽ അവർ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ്. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഫ്രണ്ട്സ് കുറവായതുകൊണ്ട് എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആപ്പ് എടുത്തത്. പക്ഷേ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് ഇതിൻ്റെ അകത്തുള്ളൂ. പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. സോ ഞാൻ റെഡിറ്റിൽ ഫസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് തന്നെ വായിക്കാൻ പറ്റും. അപ്പോൾ 9 രൂപയും കണ്ടേ കൊടുത്ത് ചാർജ് ചെയ്ത് സംസാരിച്ചെന്നാണ് പറഞ്ഞത്. ശരിയാണ്, ഇതിൽ 9 രൂപയൊക്കെ ഉള്ളു കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതുപോലും എൻ്റെ കൊടുക്കാനില്ല എന്ന്. കൊടുക്കാനൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പൈസ കൊടുത്തൊന്നും ഫ്രണ്ട്ഷിപ്പ് വാങ്ങിക്കേണ്ട ആവശ്യം എനിക്കില്ല. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, അതിൽ പറഞ്ഞേക്കുന്ന അവൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയോട് സംസാരിച്ച് അവൾ കൂടുതലും സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ആപ്പിൽ കുറേ പേരുണ്ട്, അവരുടെ വാട്സാപ്പ് നമ്പർ ചോദിക്കുന്നു, വീഡിയോ കോളിൽ വരാമോ എന്നൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. അവളെ പറ്റി തന്നെ ബ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെന്നാണ് പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞ് പോകുമെന്നും പറഞ്ഞു. അതിനുശേഷം ഇവ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് പ്രോബബ്ലി ശരിയായിരിക്കാം. കാരണം റെഡിറ്റിൽ നമ്മൾ കൂടുതലും കാണുന്ന ഓണസ്റ്റ് റിവ്യൂസ് ആണ്. എല്ലാ ഓണസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല, ചിലത് ഫേക്ക് ഉണ്ട്. ബട്ട് ഞാൻ കുറേ പോസ്റ്റുകൾ വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഒപ്പീനിയൻസ് ആണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. സോ എനിക്ക് തോന്നുന്നത് ഇത് ഫേക്ക് അല്ലെന്നാണ്. കാരണം ഞാൻ ഇങ്ങനെയുള്ള പോസ്റ്റ് ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി, അതിൽ ഒരുപാട് കമൻറ്റ്സ് ഞാൻ വായിച്ച് നോക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവൻ പറഞ്ഞ സത്യമാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ കുറേ പോസ്റ്റ് വായിച്ച് നോക്കി. അതിൻ്റെ അകത്ത് ഇവർ എഴുതിയിരിക്കുന്നത് നമ്മളെ ക്യാഷ് ഗ്രാബ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയാണ് ഞാൻ റെഡിറ്റിൽ ഇനി ഇതിനെപ്പറ്റി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മലയാളി ഇട്ടൊരു പോസ്റ്റാണെന്ന് തോന്നുന്നത്. ആ പോസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അവിടെ പറയുന്നില്ല. നിങ്ങൾ റെഡിറ്റ് നിങ്ങൾ ഗൂഗിൾ എടുത്ത് ഫ്രണ്ട് ആപ്പ് റിവ്യൂ റെഡിറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് കുറേ ഇതേപോലത്തെ കാര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്കത് നോക്കി കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഞാനത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആപ്പിൻ്റെ മാർക്കറ്റിംഗ് മൊത്തം ഫ്രണ്ട് ആക്കാം എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ബട്ട് റിയാലിറ്റിയിൽ അതല്ല ആപ്പിനകത്ത് നടക്കുന്നത്. അതൊരു ഡേറ്റിംഗ് ആപ്പാണ്. സത്യം പറഞ്ഞാൽ അവർ ഫ്രണ്ട് ആക്കാമെന്ന് പറയുന്ന കാര്യം തെറ്റാണ്. ഇത് മെജോറിറ്റി ഓഫ് ആൾക്കാരും ഡേറ്റിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നീട് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഡാർക്കാണ്. എനിക്കത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റെഡിറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. നിങ്ങൾക്കും അത് വായിച്ചു നോക്കാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഇതൊരു ഡേറ്റിംഗ് സൈറ്റാണ്. ഇവിടെ ചാറ്റുണ്ട്, കോളുണ്ട്, വീഡിയോ കോളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. സോ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മാർക്കറ്റിംഗ് മൊത്തം ഫ്രണ്ട് ആക്കാം എന്ന് പറഞ്ഞിട്ടാണ്. ബട്ട് ഞാൻ ഇതിൻ്റെ പ്ലേ സ്റ്റോർ പേജ് നോക്കിയപ്പോൾ ഇത് ക്ലിയർലി ഒരു ഡേറ്റിംഗ് ആപ്പാണെന്ന് അതിൽ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഏജ് റെസ്ട്രിക്ഷൻ 12+ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും ഈ ആപ്പ് യൂസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എനിക്കതൊട്ടും സേഫ് അല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഡേറ്റിംഗ് ആപ്പ് കുട്ടികൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മേ ബി കുട്ടികൾ ഈ ഒരു പരസ്യം കാണുമ്പോൾ ഇതിൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഇവർ ചിലപ്പോൾ ഈ ആപ്പ് പോയി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇതൊക്കെ വെറും ഉടായ്പാണ്. നിങ്ങളിത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. ആൻഡ് ഇതിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ വേണമെങ്കിൽ നേരായ മാർഗ്ഗത്തിലുണ്ടാക്കുക.
നിങ്ങളത് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ ആളുകൾ അവിടെ കാണും, നിങ്ങൾക്ക് അവരുടെയൊക്കെ ഫ്രണ്ട്സ് ആവും. വെറുതെ ഈ പ്ലാറ്റ്ഫോമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ സമയവും നിങ്ങളുടെ പൈസയൊന്നും കളയില്ല, അത്രേ എനിക്ക് പറയാവുള്ളൂ. സോ ഫ്രണ്ട്സിനെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ട്യൂട്ടോറിയലൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, കാരണം എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാതെ ഞാൻ പറയുന്നില്ല. അതിനെ ഓരോ വീഡിയോയ്ക്ക് ആ വീഡിയോ കുറച്ചുകൂടി ഫണ്ണി ആക്കാൻ വേണ്ടി ഒരു ക്യാരക്ടറായിട്ട് പറയുന്നതാണ് എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാതെ. സത്യത്തിൽ എനിക്ക് അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ വേണമെന്നുണ്ടെങ്കിൽ അത് ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുക. കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സിനെ കിട്ടും. സോ ഈ ആപ്പ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. സോ ഇൻ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത്, ഇവിടെ മാർക്കറ്റിംഗ് വെച്ച് ഒരുപാട് കാര്യങ്ങൾ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഈ ആപ്പ് തന്നെയാണ്. കാരണം ഫ്രണ്ട്സ് ആക്കാമെന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്നു, കയറുമ്പോൾ അവിടെ നടക്കുന്ന വേറെ കാര്യങ്ങളാണ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആക്കാം, ബട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഈ പ്ലാറ്റ്ഫോം എന്ന് ഇതിൻ്റെ പ്ലേ സ്റ്റോർ പേജിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടെ നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെറുതെ നിങ്ങളുടെ പൈസ കളയേണ്ട ഒരു ആവശ്യമില്ല. ആൻഡ് ഇൻ്റർനെറ്റിൽ ഇതുപോലുള്ള മാർക്കറ്റിംഗ് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോയാലും, എന്ത് കാര്യത്തിൽ നിങ്ങളെ പൈസ ചിലവാക്കാൻ പോയാലും ബേസിക് അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം അത് ചെയ്യുക. ഈ ഒരു ആപ്പിനെ പറ്റി ഞാൻ പറയാൻ കാരണം, ഇത് എൻ്റെ ഫീൽഡിൽ ഒരുപാട് ഇതിൻ്റെ പരസ്യം വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഫീൽഡിലും വരുമായിരിക്കും. അപ്പോൾ അതൊന്നും കണ്ട് ബ്ലൈൻഡ്ലി ആരും ട്രസ്റ്റ് ചെയ്തതൊന്നും പോയി ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക എന്ന് ഞാൻ പിന്നെയും പറയുകയാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഇഷ്ടം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.